നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോഴോ പുതിയതായി എന്തെങ്കിലും പാചകം ചെയ്യാൻ പഠിക്കുമ്പോഴോ അങ്ങനെ എന്ത് പുതിയതായി പഠിക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ ഒരു കണക്ഷൻ രൂപപ്പെടും. വയറിംഗ് കണക്ഷൻ പോലെ ബ്രെയിനിലെ ന്യൂറോൺസ് പുതിയ വഴികൾ ഉണ്ടാക്കുകയും അവയെ ബലപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് തലച്ചോറിൻ്റെ ഈ നെറ്റ്വർക്കുകൾ വികസിക്കുകയും ചെയ്യും. ബ്രെയിനിൻ്റെ ഈ കഴിവിനെയാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനും കാലക്രമേണ ചിന്താശേഷിയെ വികസിപ്പിക്കുവാനും കഴിയുന്നത്. എന്നാൽ തലച്ചോറിൻ്റെ ഈ കഴിവിനെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും ശരീരത്തിൽ സംഭവിച്ചാൽ തലച്ചോറിന് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരും. അത്തരത്തിലൊന്നാണ് ഗട്ട് ഡിസ്ബയോസിസ്. ശരിയായി ദഹനം നടക്കാതിരിക്കുക, സ്ഥിരമായ ദഹന പ്രശ്നങ്ങൾ എന്നിവ മൂലം കുടലിലെ ബാക്ടീരിയകളുടെ ആരോഗ്യത്തിൻ്റെ താളം തെറ്റുന്നു. ഇതുമൂലം ദോഷകരമായ ബാക്ടീരിയകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഈ അവസ്ഥയാണ് ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ തലച്ചോറിന് ആവശ്യമായ കെമിക്കൽസായ സെറട്ടോണിൻ, BDNF എന്നിവയുടെ അളവ് കുറയുന്നു. പുതിയ നെർവ് പാത്വേ രൂപീകരിക്കാൻ സഹായിക്കുന്ന ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിക്ക് ഈ കെമിക്കൽസ് അത്യാവശ്യമാണ്. ഇവയുടെ അളവ് കുറയുമ്പോൾ ഓർമ്മകൾ സൂക്ഷിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നിവയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഗട്ട് നന്നായാൽ ബ്രെയിനും നന്നാകും. അപ്പോൾ ദഹന പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നു തന്നെ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അതിന് നിങ്ങളെ സഹായിക്കാൻ ഹെർബലി ടച്ചിൻ്റെ ഡൈജഷൻ കോംബോയ്ക്ക് കഴിയും. കാരണം അതിലെ DG-ടാബ്, ധാന്യകാർക്കം, ഗ്യാസ്ട്രോ ഹെർബ് എന്നീ മരുന്നുകൾ ദഹനം മെച്ചപ്പെടുത്തുവാനും പുളിച്ചതകട്ടാൽ, നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി എന്നിവ കുറയ്ക്കുവാനും കുടലിലെ ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. അപ്പോൾ ദഹന പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ ഡൈജഷൻ കോംബോ വാങ്ങി ഉപയോഗിച്ച് നോക്കൂ.